ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ 14-ാം ദിവസം. നോമ്പ് ഉപവാസത്തിന്റെ നാളുകളാണ്. ഉപവാസത്തോടെ ദൈവത്തോട് അധിവസിക്കുന്ന അനുഭവമാണ്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് നോമ്പ് അർത്ഥവത്താകുന്നത്. സ്വയം ചിന്തയിലിടുവാനും സ്വയം ചെത്തിമിനുക്കുവാനുമുള്ള നാളുകളാവണം നോമ്പിന്റെ നാളുകൾ. അവനവനെ തിരിച്ചറിയാനുള്ള ഉൾവിളിയാണ് നോമ്പ്. നോവിന്റെ അൻപിൽ നാം ഉപവസിക്കുന്നത് ദൈവവുമായി യഥാസ്ഥാനപ്പെടുവാനാണ്. ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യമായി 7-ാം വാക്യം വായിക്കുന്നു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. മറ്റുള്ളവരോടുള്ള ഔദാര്യത എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരെ മക്കദോന്യ സഭയെ മാതൃകയാക്കി ചൂണ്ടിക്കാണിക്കുകയാണിവിടെ. ധർമ്മശേഖരം ഒരു കൃപാ ശുശ്രൂഷയാണ്. യെരുശലേം ക്രിസ്ത്യാനികൾക്കുള്ള ധനസഹായമായിരുന്നു മക്കദോന്യ സഭ നിർവഹിച്ചത്. ദൈവം നമ്മോട് കൃപ ചെയ്യുന്നതുപോലെ നാമും ആവശ്യത്തിലിരിക്കുന്ന അപരനോട് കൃപ കാണിക്കണമെന്ന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. സ്നേഹവും കരുണയും ദയയും ഔദാര്യവും നിറഞ്ഞതാണ് കൃപ. കൃപ ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ദൈവകൃപ കാട്ടിക്കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. മക്കദോനിയയിലെ ക്രിസ്ത്യാനികൾ യെരുശലേമിലെ ക്രിസ്ത്യാനികൾക്ക് സഹായം ചെയ്തത് വളരെ താല്പര്യത്തോടെയാണ്. അവർ ദരിദ്രരും വളരെ വലിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിരുന്നവരും ആണെങ്കിലും അവർ ഔദാര്യത്തിന്റെ ഉടമകളായിരുന്നു. കാരണം അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചവരും ദൈവഹൃദയപ്രകാരം പൗലോസിന്റെ അഭ്യർത്ഥന മാനിച്ചു പ്രവർത്തിച്ചവരും ആയിരുന്നു. അതിനാൽ കൊരിന്ത്യ സഭയും ആ മാതൃക പിന്തുടരണമെന്ന് പൗലോസ് ഉദ്ബോധിപ്പിച്ചു. ഒരാൾ എത്ര നൽകുന്നു എന്നതിലല്ല, ഏതു മനോഭാവത്തിൽ നൽകുന്നു എന്നതിനാണ് പ്രാധാന്യം. ഉദാഹരണമായി യേശു പറഞ്ഞത് വിധവയുടെ 2 കാശിന്റെ ഉപമയാണല്ലോ. ഓർക്കുക, നാം മറ്റുള്ളവരോട് ഔദാര്യം കാണിച്ചാൽ ദൈവം നമ്മോടും ഔദാര്യവാനായിരിക്കും. സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ പണത്തേക്കാൾ ദൈവത്തിന് നമ്മെയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക. സഹായിക്കുവാനുള്ള ഒരു വ്യഗ്രത നമ്മിൽ ഉണ്ടായിരിക്കണം. എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞ് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വിളിക്കായി യോഗ്യത നേടുവാൻ നമുക്കും ശ്രമിക്കാം. നമുക്ക് എക്കാലത്തുമുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തം യേശുക്രിസ്തു തന്നെ. അവൻ കണക്കില്ലാത്ത ധനത്തിന്റെ ഉടമയാണ്. ദൈവത്തിന്റെ സകല ധനവും അവനിലുണ്ടായിരുന്നു. എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അതിനാൽ തന്നെ അവന്റെ ക്രൂശിലെ മരണത്താൽ നാമും ആത്മീയമായി സമ്പന്നരായി തീർന്നു. യേശുവിന്റെ മാർഗം അവലംബിച്ച് നമ്മെ തന്നെ നമ്മുടെ വസ്തുവകകളെയും അവനായി നൽകുവാൻ നാം തയ്യാറാണോ എന്ന് ശാന്തമായി ചിന്തിക്കാം. നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമേ അപരന്റെ വേദനകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയൂ. അതിനായി മക്കദോന്യ സഭയെ നമുക്ക് മാതൃകയാക്കാം. പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് ഔദാര്യം ആരുടെയെങ്കിലും പ്രേരണയാലോ നിർദ്ദേശത്താലോ ഉണ്ടാകേണ്ടതല്ല, മറിച്ച് ആത്മാർത്ഥ ദൈവസ്നേഹത്തിൽ നിന്നും സ്വയം കൈവരിക്കേണ്ടതാണ് എന്നതാണ്. അതിനായി ഈ തിരുവചന ധ്യാനത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ പ്രത്യാശയുടെ നാളങ്ങൾ
ഞങ്ങൾക്കുമേൽ ചൊരിയുന്നവനെ. നിന്റെ വചനം പകരുന്ന പുതുജീവന്റെ പ്രത്യാശയിൽ അടിയങ്ങളെ ഉറപ്പിക്കണമേ. അപരന്റെ വേദനകളെ തിരിച്ചറിയുവാനും അങ്ങയുടെ വചനവും പരിശുദ്ധാത്മാവും നൽകുന്ന മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകട്ടെ. ആമേൻ.